ഹലോ, നമുക്കിന്ന് ഒരുമിച്ച് ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കിയാലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കഷ്ണം തുണികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്തിട്ട് ഓടി വന്നു. ആദ്യം തുണി ഇതേപോലെ മടക്കി വെച്ചിട്ട് 5 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വീതിയുമുള്ള ഒരു കഷ്ണം എടുക്കട്ടോ. ഇതേപോലെ 5 ഇഞ്ച് 3 ഇഞ്ച് വീതി ഇങ്ങനെ എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം ഇത് സെയിലിലുള്ളതാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ വീഡിയോ കാണുന്നവർക്ക്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അളവ് മറന്നു. അപ്പം നമ്മൾ ഓരോരുത്തർക്ക് ഓരോ അളവ് കൊടുക്കുന്നത് മോശമല്ലേ, അതുകൊണ്ട് ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഞാൻ ഇതെന്നല്ല എല്ലാം നോട്ട് ചെയ്ത് വെക്കും, പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരും കാര്യങ്ങളൊക്കെ. അടുത്തത് എടുക്കേണ്ടത് ഫുള്ളായിട്ട് 9 ഇഞ്ച് വേണം കേട്ടോ തുണി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ മടക്കി വെച്ചിട്ട് 4.5 ഇഞ്ച് എടുക്കും. ലെങ്ത്ത് 4.5 ഇഞ്ച് എടുക്കും, വീതി 2.5 എടുക്കും കേട്ടോ. അങ്ങനെ രണ്ട് ഭാഗത്ത് 2.5 എടുക്കും, രണ്ട് ഭാഗത്ത് 4 എടുത്തിട്ട് ഇതേപോലൊരു സ്ക്വയർ വരച്ച് അതുകൂടെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ലെങ്ത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ കാണിച്ച പോലെ ബോവിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നല്ല രീതിക്ക് ശ്രദ്ധിച്ച് കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇനി ഒരു പീസ് കൂടെ വേണം കേട്ടോ, ഒരു കുഞ്ഞു പീസാണ്, അതിൻ്റെ സെൻറ്ററിൽ വരുന്ന പീസില്ലേ, ആ ഒരു കഷ്ണം കൂടെ വേണം. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ലെങ്ത്ത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം അത് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ വീതി വന്നിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ട് 3/4 ഇഞ്ച് വീതി എടുക്കട്ടോ. ഇങ്ങനെ എടുക്കുക. ഇത്രയേ വേണ്ടൂ. ഈ 3 പീസുകൾ മാത്രമേ നമുക്ക് ഈ ഒരു ഹെയർ ബോന് വേണ്ടൂ. ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ. നിങ്ങൾ ക്ലിപ്പോ ചെറിയൊരു ബണ്ണുണ്ടാവില്ലേ, എന്താ പറയുക, റബ്ബറോ അങ്ങനെ എന്താണോ നിങ്ങൾ എടുക്കുന്നത് അതെടുക്കും. ഞാൻ അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കൈത്തുന്ന് തുന്നാം കേട്ടോ. ഞാനിവിടെ ഇന്ന് മെഷീൻ കൊണ്ട് തുന്നാന്ന് വിചാരിച്ചു. ചില സമയത്ത് കൈത്തുന്ന് തുന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ആ ഒരു ചെറിയ പീസിൻ്റെ ഒരറ്റം ഇതേപോലെ അടിക്കും കേട്ടോ. എന്നിട്ട് നേരെ തിരിച്ചൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. അടുത്തത് വന്നിട്ട് 9 ഇഞ്ച് എടുക്കുന്നില്ലേ, 9 ഇഞ്ച് എടുക്കുന്നതിൻ്റെ നേരെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതേപോലെ മടക്കി വെച്ചിട്ട് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കണം, അതിന് വേണ്ടിയിട്ടാണ് സെൻറ്റർ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റർ. അവിടെ നിന്ന് 1 ഇഞ്ചല്ല 1/2 ഇഞ്ച് മേലേക്കും ഏകദേശമാണ് കേട്ടോ, ഞാൻ അളന്നിട്ടൊന്നുമില്ല, ഏകദേശം ഒരു 1/2 ഇഞ്ച് മേലേക്കും താഴേക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ അറ്റം സ്റ്റിച്ച് ചെയ്ത് നേരെ തുണി തിരിച്ച് വെച്ചിട്ട് നമ്മൾ പോയിൻ്റ് ചെയ്തില്ലേ, ആ ഒരു 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്തില്ലേ, അവിടെ നിർത്താം. അവിടെ നിർത്തിയിട്ട് അത് അവിടെ ഒന്ന് ലോക്ക് ചെയ്യാം കേട്ടോ. ലോക്ക് ചെയ്തതിന് ശേഷം തുണി മെല്ലെ ഇങ്ങോട്ടേക്ക് ലൂസാക്കി എടുക്കുക കേട്ടോ. നൂല് ലൂസാക്കി എടുത്തതിന് ശേഷം അടുത്ത 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്നാണ് അടുത്ത സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വന്നിട്ട് നേരെ തിരിച്ച് ഇപ്പോഴത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൂടെ കഴിയും. ഇനി ലാസ്റ്റ് വന്നിട്ടുള്ള ലാസ്റ്റ് പീസാണ് 5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടില്ലേ, അതിൻ്റെയും സെൻറ്റർ കണ്ടെത്തണം. സെൻറ്റർ കണ്ടെത്തിയതിന് ശേഷം നല്ല ഭാഗം ഉള്ളിലാക്കി, ഇതിപ്പോൾ എല്ലാം അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. നല്ല ഭാഗം ഉള്ളിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ഉള്ളിലാക്കിയിട്ട് സെൻറ്ററിലേക്ക് ഇതേപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടറ്റവും സെൻറ്ററിലേക്ക് വെക്കാം, എന്നിട്ട് ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ബാക്കി 2 എണ്ണത്തിനെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മറിച്ചിട്ടെടുക്കണം. അത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്കിതാദ്യം ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒന്ന് ലോക്ക് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നല്ല ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിനെ മറിച്ചിട്ടെടുക്കാം. അതേപോലെ സൂചിയും നൂലും വേണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈത്തുന്നാണ് കേട്ടോ. മെഷീനിൽ ചെയ്യാം, എന്നാലും എനിക്ക് കൈത്തുന്നാണ് കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. കുറച്ചുകൂടി ടൈറ്റിൽ ചെയ്യാനും പറ്റുന്നതും ഒക്കെ എനിക്ക് കൈത്തുന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൈത്തുന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെറിയ പീസ് മറിച്ചിട്ട് വെക്കാം. അതിന് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് കയ്യിൽ, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ.
ഇതാണ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ കൊണ്ടൊന്ന് മറിച്ചിട്ടു. അടുത്ത വന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ഗ്യാപ്പ് വെച്ചില്ലേ, ആ ഒരു തുണിയാണ് കേട്ടോ, 9 ഇഞ്ചുള്ള. അതിനെ മറിച്ചിട്ട് എടുക്കണം. അപ്പം മറിച്ചിട്ട് എടുക്കുമ്പം സെൻറ്ററിലാണ് ഓപ്പൺ ഉള്ളത്. അപ്പോൾ അതിലേ പുറത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ അതിൻ്റെ 2 സൈഡും അതേപോലെ മറിച്ചിട്ടെടുക്കാം. സെൻറ്ററിലൂടെ പുറത്ത് വരിക, കോണൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുക കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ പീസും മറിച്ചിട്ട് വെച്ചു. എപ്പോഴും നമ്മൾ കോണ് നല്ല നീറ്റാക്കി എടുക്കണം. പെന്നിൻ്റെ റീഫില്ലർ കൊണ്ടൊക്കെ നല്ല രീതിക്ക് കിട്ടും കേട്ടോ. ഈ ഒരു സാധനം ഇല്ലാത്തവർക്കുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ള അതുകൂടെ മറിച്ചിട്ട് വെച്ചു. അതിൻ്റെ കോണും കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കൈത്തുന്ന് തുന്നാം കേട്ടോ. അപ്പോൾ കൈത്തുന്ന് തുന്നുമ്പോൾ ഫസ്റ്റ് ഈ ഒരു വലിയ പീസാണ് തുന്നേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, സൂചിയിൽ നൂല് കോർത്ത് വെക്കണം. അതിനു മുമ്പേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് വെച്ചില്ലേ, അത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് പ്രസ് ചെയ്യാം. ഈ 2 പീസും ഇതും പിന്നെ ലെങ്ത്തിൽ വരുന്ന പീസില്ലേ, അതുകൂടെ ഒന്ന് അയൺ ചെയ്താൽ നല്ല വൃത്തിയിൽ നിൽക്കും കേട്ടോ. കാണാനൊരു ഭംഗിയുണ്ടാവും. സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ കൈ തുന്നുമ്പോഴും കുറച്ചൊരു എളുപ്പമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കോണ് സെറ്റായിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൂടെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ആദ്യം സൂചിയിൽ നൂല് കോർത്തെടുക്കാം. അപ്പം നൂല് കോർക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യം നൂലിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്യാം, സൂചിയിലേക്ക് കോർക്കാം. ആവശ്യമുള്ള നൂലെടുക്കുക കേട്ടോ. ഒരുപാട് ലെങ്ത് ഒന്നും വേണ്ട, എന്നാലും കുറച്ച് ലെങ്ത് വേണം കേട്ടോ. അപ്പോൾ അതേപോലെ എടുത്തതിന് ശേഷം അറ്റത്തായിട്ടൊരു കെട്ട് വെക്കുക. ഇനി നമ്മുടെ വലിയ പീസില്ലേ, അതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ 2 അറ്റം ഉണ്ടാവും. ആ 2 അറ്റവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ, കൈത്തുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തുന്നി വെക്കാം. തുന്നി വെക്കുന്ന സമയത്ത് ബേക്കിലത്തെ ഒരു അറ്റം ഞാൻ തുന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ നിഴൽ കാണുന്നുണ്ട്, അതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കങ്ങനെ പറ്റുന്നില്ലെങ്കിൽ തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. അതിനെ നോക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അറ്റത്ത് കൂടെ അതുകൂടെ ജോയിൻ്റ് ആവുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അറ്റം മുഴുവനായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, ഒരു ചെറിയൊരു പീസ് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കിട്ടണം. പിന്നെ ഇതിന് കുറേ മെത്തേഡുണ്ട് കേട്ടോ ഈ ഒരു ബോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത്. അപ്പം അതും നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വെച്ച്. അപ്പോൾ എൻ്റെ ഒപ്പം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ എൻ്റെ കൂടെ തന്നെ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും. മനസ്സിലാവാത്ത പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു 9 ഇഞ്ചിലുള്ള ഈ ഒരു പീസാണ് നമ്മൾ ഇതിനോട് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെ ഇതേപോലെ തുന്നി വെക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടാവില്ലേ, ആ ഒരു ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശ്രദ്ധിക്കണം. ഇതേപോലെ കോർക്കുക. വീണ്ടും അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ഓപ്പോസിറ്റായിട്ട് കോർക്കുക. വലിയ ബോർഡ് സെൻറ്ററിൽ പിന്നിലായിട്ട് ഇതിനെത്തിക്കുക കേട്ടോ. പിന്നിലായിട്ട് വെക്കണം. ഇനി ഒരു 2-3 ചുറ്റ് ഇതിനെ ചുറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് സെയിലിലുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് പോവാതെ അല്ലെങ്കിൽ നശിച്ച് പോവാതിരിക്കണം. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ സ്ട്രോങ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ 2-3 ചുറ്റി വെച്ചിട്ട് പിന്നിൽ സെൻറ്റർ ഭാഗത്ത് അവസാനിപ്പിക്കുക കേട്ടോ. ഒന്ന് സൂചി അവിടെ കോർക്കുക കേട്ടോ. അങ്ങനെ വെക്കുക. ഇനി അടുത്ത ചെയ്യേണ്ടത് ഈ ഒരു കുഞ്ഞു പീസാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത അറ്റഭാഗം കട്ട് ചെയ്ത് മാറ്റണം, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ തുന്ന് വരുന്ന ഭാഗം ഉള്ളിലേക്ക് വരണം കേട്ടോ. ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ മടക്കി വെക്കാം. ഈ ഒരു അറ്റം അതിൻ്റെ പിന്നിലാണ്, ബോർഡ് പിന്നിലേക്കാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ പിന്നിൽ വെച്ചിട്ട് ഒന്ന് ആ ബോർഡ് അടുത്ത് വെച്ചിട്ടൊന്ന് തുന്നി വെക്കട്ടോ. നല്ല രീതിക്ക് ടൈറ്റായി പോകരുത്. നമുക്ക് ഹെയർ ക്ലിപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റേണ്ടതാണ്. പിന്നെ നല്ല രീതിക്ക് ലൂസ് ആവരുത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒരു തുന്നിയിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നല്ല പറ്റ കട്ട് ചെയ്ത് മാറ്റണ്ട, കുറച്ച് അവിടെ വെച്ചോ, അല്ലെങ്കിൽ സ്റ്റിച്ച് അഴിഞ്ഞു പോവും. ഇനി ഇതിനെ ഒന്ന് പതിപ്പിച്ചടിക്കുക കേട്ടോ. ആ തുണിയിലേക്ക്
പതിപ്പിച്ച് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊങ്ങിക്കിടക്കില്ല. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. താഴത്തെ അടിയിലത്തെ വലിയ ബോല് സ്റ്റിച്ച് വരാതെ പരമാവധി ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ലിപ്പ് അതിൻ്റെ ഉള്ളിലൂടെ കയറില്ല കേട്ടോ. അതിൻ്റെ നടുവിലേക്ക് ഒരു സ്റ്റിച്ച് വന്നാൽ പിന്നെ ഉള്ളിലേക്ക് കയറില്ലല്ലോ, ആ ഒരു പ്രശ്നം വരും. അത് ശ്രദ്ധിക്കണം. മേലെ ആ ഒരു പീസ് മാത്രം ഒന്ന് പതിച്ചിട്ട് ഒരു 2-3 സ്റ്റിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊണ്ടുപോവുക. അപ്പോൾ അത് വൃത്തിയിൽ അവിടെ നിന്നോളും. അങ്ങനെ പുറമേ കാണത്തൊന്നുമില്ല, നല്ല വൃത്തിക്ക് തന്നെ നിന്നോളും കേട്ടോ. നമ്മൾ കറക്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കാം. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. തുന്നുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നല്ല രീതിക്കൊന്ന് കെട്ടി വെക്കാം, ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കാം കേട്ടോ. ഇനിയുള്ള പണി കുറച്ച് ചെറിയൊരു ടാസ്ക്കാണെന്ന് പറയാം കേട്ടോ. ഈ ഒരു ഹെയർ ക്ലിപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന കാര്യം ഒരുപാട് ലൂസ് ആയിട്ടായിരിക്കില്ല ഞാൻ ഈ ഒരു സെൻറ്ററിൽ കുഞ്ഞു പീസില്ലേ, ഒരുപാട് ലൂസിൽ വെക്കത്തില്ല, ഒരുപാട് ടൈറ്റിലും വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൂസ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഹെയർ ക്ലിപ്പ് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അലിഗേറ്റർ ക്ലിപ്പിലൊരു പല്ല് പോലെ ഉണ്ടാവില്ലേ, അതുള്ളതുകൊണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും ഉള്ളിലേക്ക് കയറ്റാൻ. എന്നാലും നമ്മൾ ശ്രമിച്ചാൽ പറ്റാത്തതൊന്നുമല്ല. ഞാനിപ്പോൾ കുറച്ചധികം വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്ന് റിസ്ക് എടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ലൂസാക്കിയാൽ മതി. പക്ഷേ ലൂസാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഒരു പെർഫെക്റ്റിൽ നിൽക്കത്തില്ല. അപ്പോൾ ഒരു ചെറിയൊരു ടൈറ്റിൽ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി കുറച്ച് റിസ്ക് എടുത്തിട്ട് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെക്കണം. അത്രയേ ഉള്ളൂ. ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പതിയെ വീഡിയോ ഇത്തിരി ഒന്ന് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. പതിയെയാണ് ഞാനിത് ചെയ്യുന്നത്, നൂലൊന്നും പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആ പല്ലുള്ളത് കൊണ്ട് തന്നെ സ്മൂത്തായിട്ട് കയറിപ്പോകത്തുമില്ല. പല്ല് വരുന്ന ഭാഗം കൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വെക്കുന്നത്. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് തൊട്ടും പറ്റുന്നില്ല എങ്കിൽ ആ ഒരു സെൻറ്ററിൽ കെട്ടി വെച്ചിട്ടില്ലേ, തുന്നി വെച്ചിട്ടില്ലേ, അത് കുറച്ചുകൂടി ഒന്ന് ലൂസ് ചെയ്ത് വെച്ചോ. അല്ലെങ്കിൽ ക്ലിപ്പ് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ക്ലിപ്പ് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് വെക്കണ്ടേ, അത് നടക്കുന്നു തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ലൂസാക്കി വെച്ചിട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഏകദേശം നമ്മുടെ ക്ലിപ്പിൻ്റെ ഫൈനലായിട്ടുള്ള ഇത് എത്തിയിട്ടുണ്ട്. എന്നാലും ഒരിത്തിരി കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗമ്മിട്ടിട്ട് ഒട്ടിച്ച് വെക്കാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണിലെ ഗമ്മാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ക്ലിപ്പിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഗമ്മാക്കുക, പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെക്കാം. അടുത്ത ഭാഗവും അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ആ ക്ലിപ്പൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ തുണി വന്ന ഭാഗം ഉണ്ടാവില്ലേ, അവിടെയും 2 സൈഡിലായിട്ട് ഗമ്മാക്കി വെക്കുക കേട്ടോ. ഉള്ളിലേക്ക് ആക്കിയിട്ട് വെക്കണം. ഇനി ആ ഒരു ക്ലിപ്പ് കുറച്ച് സമയം ഓപ്പണായി കിടക്കണം, അല്ലെങ്കിൽ ക്ലിപ്പിൻ്റെ മേലത്തെ ഭാഗം അതിൻ്റെ കൂടെ ഒട്ടിപ്പോവും. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഓപ്പണായി വെക്കുന്നത് ഞാൻ എൻ്റെ വിരൽ തന്നെയാണ് അതിൽ വെച്ചിട്ട് കേട്ടോ. അപ്പം കുറച്ച് നൂല് പോലെ ഉണ്ടാവില്ലേ, ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നവർക്കറിയാം, കുറച്ചൊരു നൂല് പോലെ ചുറ്റും ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതൊക്കെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അത് ഉണങ്ങുന്ന ആ ഒരു പശ അതിൻ്റെ മേലെ സെറ്റാകുന്ന കുറച്ച് സമയമുണ്ടോ, അപ്പോഴേക്കും നമുക്ക് അതൊക്കെ മാറ്റാം. അങ്ങനെ നമ്മുടെ ഫൈനൽ റിസൾട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ക്ലിപ്പ് കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾ നന്നായിട്ട് ചെയ്തോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സൈഡ് കാണുന്നില്ലേ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.